ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും അക്വേറിയം സീരീസിലെ ഒരു വീഡിയോ കാണാം. നമുക്ക് നല്ലൊരു പണി കിട്ടി. നമ്മുടെ ആ ഗ്ലാസ്സിൽ കൂടെ എല്ലാം ആൽഗെ വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് ഫോസ്ഫറസിൻ്റെ ഒക്കെ അളവ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുതലാണ്, പ്ലാന്റ്സ് ഒത്തിരി വേണമെന്ന് പറഞ്ഞു. നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കാര്യങ്ങൾ, പക്ഷേ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഡെൻസ് ഫോറസ്റ്റ് പോലെയായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ പറിച്ച് വീണ്ടും റീപ്ലാന്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തോടെയും. അപ്പം ഒരു എന്താ പറയുക, എല്ലായിടത്തോടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് പെട്ടെന്ന് വളരുകയും ചെയ്യും, ആ ന്യൂട്രിയൻസിനെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പം നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഈ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിൽറ്ററിൻ്റെ അവിടെ കണ്ടോ പായൽ പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു അവൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ക്ലീൻ ചെയ്യുന്നു. ഞാനിതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കൂട്ടായിട്ട് നട്ടു വെച്ച എല്ലാ ചെടികളും വലിച്ചു പറിച്ച് ഇങ്ങനെ പല പല ഇതായിട്ട് നടുവാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വളരുമെന്നും ഈ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് പിന്നെ പ്രശ്നം ഉണ്ടാവില്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അറിയില്ല, ചെയ്തു നോക്കാം. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെയല്ല ഈ ചെടി അങ്ങനെ നമുക്കങ്ങനെ നട്ടു വെച്ചിട്ട് ഇത് ഞാൻ കൈ എടുത്ത് കഴിയുമ്പോൾ ഇത് തിരിച്ചു പോരുവാണ് എൻ്റെ കൂടെ. പക്ഷേ ഞാനിത് ഒരു തരത്തിൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ മീനിനെ നമ്മൾ ഇതിനകത്ത് മാറ്റിയൊന്നുമില്ലല്ലോ. മീനും ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സമയത്തും എല്ലാം കൂടെ ഒരു സമയത്താണ് പോകുന്നത്. ഏകദേശം പൂർത്തിയായി. ലൈറ്റ് കിട്ടി കഴിഞ്ഞപ്പം ഈ ഒരു അവസ്ഥയിലാണുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പം കാണാൻ വൃത്തിയൊക്കെ ഉണ്ട്. ഇനി എത്ര ദിവസം ഇങ്ങനെ നിൽക്കുമെന്ന് അറിയത്തില്ല. പരമാവധി വെയിലൊക്കെ എടുപ്പിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ടൊക്കെ നിൽക്കുമായിരിക്കും. ഈ ചെടിയൊക്കെ ഒന്ന് പിടിച്ചു വരണം. മീനുകളൊക്കെ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിക്ചർ മാറ്റി കുറച്ച് ബ്രൈറ്റ്നെസ് ഉള്ളൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഇവിടെ ഈ അക്വേറിയത്തിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ നല്ല രീതിയിൽ കിടക്കുന്നു, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു. നമ്മൾ ആ ആൽഗെ റിമൂവ് ചെയ്യുന്ന ആ സൊല്യൂഷനും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയാവുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.